സ്വീറ്റ്സ് കഴിക്കാനായിട്ട് വല്ലാതെ കൊതി തോന്നുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബൈറ്റ്സ് നമുക്ക് കഴിച്ചാലോ? അതിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബെറീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്ക് നന്നായിട്ട് ചെറുതാക്കി ഒന്ന് ചോപ്പ് ചെയ്തിട്ടൊന്ന് എടുക്കണം. ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ആൽമണ്ട്സ്, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ്, അതുപോലെ പിസ്ത, ഇത് മൂന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് മൂന്നും ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ആണ്. ഞാനിവിടെ ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഹെൽത്തി ആയിരിക്കും. ഞാൻ അതിൻ്റെ കൂടെ ഒരു 50 ഗ്രാം മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് കൂടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. ഇത് രണ്ടും കൂടി നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒന്നുകിൽ ഡബിൾ ബോയിൽ മെത്തേഡ് വഴിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ വെച്ച് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഞാനിവിടെ മൈക്രോവേവിൽ വെച്ച് ഒരു 1.5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചോക്ലേറ്റ് ഒക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ, കട്ടയൊന്നും കെട്ടാതെയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡ് വഴിക്ക് മെൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളാംശം ഒട്ടും തന്നെ അകത്ത് കയറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ബട്ടർ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് കിട്ടും. ഇനി നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കപ്പ് കേക്ക് ലൈനേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചോക്ലേറ്റ് ലൈനേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈ ഒരു മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ചോക്ലേറ്റ് ലൈനേഴ്സും ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് മിക്സ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ പീനട്ട് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ പീനട്ട് ബട്ടർ ഏകദേശം നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ഈ ചോക്ലേറ്റിന് മീതെ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് അതുപോലെ പീനട്ട് ബട്ടറിൻ്റെ ഒക്കെ അളവ് ഒരുപാട് കൂടാതിരിക്കാൻ മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി അതിൻ്റെ മീതെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഡ്രൈ നട്ട്സ് അല്ലെങ്കിൽ ബെറീസ് എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു ഡിഷ് എല്ലാവരും ട്രൈ ചെയ്യണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കാൻ മറക്കരുത് കേട്ടോ.